പുതിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര എന്നും ആകാംക്ഷ നിറഞ്ഞതാണ്. ഓരോ യാത്രയും പുതിയ കുറേ കാഴ്ചകളിലേക്കും അറിവിലേക്കുമുള്ള കവാടം തുറന്നു തരാറുണ്ട്. യാത്രകളിലൂടെ കാണുന്ന കാഴ്ചകൾ നേടിയെടുക്കുന്ന അറിവും എന്നും മനസ്സിൽ തങ്ങി നിൽക്കാറുണ്ട്. ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു കാഴ്ച തേടിയാണ് ഇന്നത്തെ യാത്ര. പാലക്കാട് നിന്ന ഇന്നത്തെ യാത്രയുടെ തുടക്കം. പാലക്കാട് നിന്ന് 680 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ കാഴ്ചകളും ഐതിഹ്യവും കഥകളും തേടിയാണ് ഇന്നത്തെ യാത്ര. ഈ പോകുന്ന സ്ഥലത്തിൻ്റെ കുറച്ച് വീഡിയോസും കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഈ സ്ഥലം ഒന്ന് കാണാനുള്ള ആഗ്രഹം മനസ്സിൽ കയറിക്കൂടിയത്. അതിരാവിലെ യാത്ര തുടങ്ങണം എന്ന് വിചാരിച്ചത്, പക്ഷേ കുറച്ച് വൈകിപ്പോയി. 7 മണിക്കാണ് ഇന്നത്തെ യാത്ര തുടങ്ങിയത്. ഗൂഗിൾ മാപ്പ് അനുസരിച്ച് പാലക്കാട് നിന്ന് ഏകദേശം 6 മണിക്കൂറുണ്ട് തിരുവണ്ണാമലൈ ക്ഷേത്രത്തിലേക്ക്. പോകുന്ന വഴിക്ക് കാണുന്ന കാഴ്ചകളും വ്യൂ പോയിൻറ്റ്സിലൊന്നും വണ്ടി നിർത്തുന്നില്ല. കാഴ്ചകൾ കാണാനും ഫോട്ടോസ് എടുക്കാനുമായി വഴിയിൽ വണ്ടി നിർത്തിയാൽ നമ്മുടെ ലക്ഷ്യസ്ഥാനമെത്താൻ നന്നായി വൈകും. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കഴിക്കാനായി മാത്രം വണ്ടി നിർത്താം എന്ന പ്ലാനോടുകൂടി യാത്ര തുടർന്നു. ഇന്നത്തെ യാത്രയ്ക്ക് ഒറ്റ ലക്ഷ്യമേയുള്ളൂ, തിരുവണ്ണാമലൈ. വഴി കൃത്യമായി അറിയില്ല, അതുകൊണ്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട്. പോകുന്ന വഴിയിൽ മനോഹരമായ ലാൻഡ്സ്കേപ്പുകളും കൃഷിയിടങ്ങളും കാണാൻ കഴിയും. തിരക്കും ബഹളമൊന്നുമില്ലാത്ത തിരുവണ്ണാമലൈ ഉൾഗ്രാമത്തിലൂടെയാണ് ഈ യാത്ര. കാടിനോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമായ കാരണം ഇവിടെ കുറേ വന്യമൃഗങ്ങൾ വരാറുണ്ട്. ചെറിയ വീടുകളും വലിയ പറമ്പും പച്ചക്കറിത്തോട്ടങ്ങളും കൃഷിയിടങ്ങളുമെല്ലാമാണ് തിരുവണ്ണാമലയുടെ പ്രത്യേകത. വലിപ്പം കൊണ്ടും പ്രതിഷ്ഠ കൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്ഷേത്രങ്ങളിലൊന്നാണ് അന്നാമലയാർ ക്ഷേത്രം. 10 ഹെക്ടർ സ്ഥലത്തിനുള്ളിലായി ഗോപുരങ്ങളും ഉപദേവതാ ക്ഷേത്രങ്ങളും ഒക്കെയായി കിടക്കുന്ന ഈ ക്ഷേത്രം ഇന്ത്യയിലെ തന്നെ എണ്ണപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരവും 1000ഓളം തൂണുകളും ഒക്കെയുള്ള ഈ ക്ഷേത്രം ചോള രാജാക്കന്മാരുടെ കാലത്ത് നിർമ്മിച്ചതാണെന്നാണ് വിശ്വാസം. ശിവനെയും പാർവതിയെയും അരുണാചലേശ്വരനും ഉന്നാമലൈ അമ്മനുമായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. അപ്രാപ്യമായ മല എന്നാണ് അന്നാമലൈ എന്ന വാക്കിനർത്ഥം. അഗ്നിലിംഗമായാണ് ഇവിടെ അരുണാചലേശ്വരനെ ആരാധിക്കുന്നത്. ഈ ക്ഷേത്രത്തിലെ വിശ്വാസമനുസരിച്ച് ഈ സ്ഥലത്തെക്കുറിച്ച് സ്മരിച്ചാൽ തന്നെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് വിശ്വാസം. രമണ മഹർഷിയും ശേഷാദ്രി സ്വാമികളുമാണ് ഇങ്ങനെയൊരു കാര്യം പറഞ്ഞതെന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിന് തൊട്ടുപിന്നിലായാണ് അന്നാമലൈ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. പഞ്ചഭൂത ശിവലിംഗങ്ങളിൽ അഗ്നിയായാണ് ഇവിടുത്തെ ശിവലിംഗം. കൃതായുഗത്തിൽ അന്നാമലൈ തീയിൽ നിന്നും രൂപം കൊണ്ടതാണ് എന്നാണ് വിശ്വാസം. അന്നാമലയാർ ക്ഷേത്രത്തിന് ചുറ്റും നഗ്നപാതരായി വലം വെച്ചാൽ പാപങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുമെന്നാണ് വിശ്വാസം. അതിനാൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. പൗർണമി നാളിലാണ് അരുണാചല മല ചുറ്റാൻ വിശ്വാസികൾ എത്തുന്നത്. 14 കിലോമീറ്ററോളം ദൂരമാണ് മല ചുറ്റാൻ നടക്കേണ്ടത്. വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. പുലർച്ചെ 5 മണിക്ക് തുടങ്ങി രാത്രി 10 മണിവരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവിടുത്തെ പൂജകൾ. തിരുവണ്ണാമലയിൽ ആദ്യമെത്തിയാൽ പോകേണ്ട ഒരു സ്ഥലം രമണ മഹർഷിയുടെ ആശ്രമത്തിലാണ്. മറ്റ് ആശ്രമങ്ങളും ക്ഷേത്രങ്ങളും പോലെ ആരാധനയുടെ ബഹളമോ പ്രാർത്ഥനാ മന്ത്രഘോഷങ്ങളോ ഒന്നും ഇവിടെ കാണാൻ കഴിയില്ല. ധ്യാനനിരതരായ കുറേ മനുഷ്യർ മഹർഷി സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിക്കുന്നു. അദ്ദേഹം ഇരുന്ന സ്ഥലങ്ങളിലിരുന്ന് ധ്യാനിക്കുന്നു. ഈ അനുഭവങ്ങളെല്ലാം വാക്കുകളിലൂടെ പങ്കുവയ്ക്കുക സാധ്യമല്ല. രമണാശ്രമത്തിൻ്റെ കോമ്പൗണ്ട് തീരുന്നിടത്തായിട്ട് ഒരു ഗേറ്റ് കാണാൻ സാധിക്കും. അതുവഴിയാണ് സ്കന്ധാശ്രമത്തിലേക്കും വിരൂപാക്ഷ ഗുഹയിലേക്കും പോകേണ്ടത്. കുറച്ചും കൂടി മുന്നോട്ട് വന്നാൽ കല്ലുകൊണ്ടുണ്ടാക്കിയ ചെറിയ ചെറിയ ശില്പങ്ങൾ വിൽക്കുന്ന ഒരു ചേട്ടനെ കാണാം. അതുപോലെ നാരങ്ങ വെള്ളം, ജ്യൂസ് സപ്ലൈ ചെയ്യുന്ന ആളുകളും ഈ പോകുന്ന വഴിയിൽ കാണാവുന്നതാണ്. രമണാശ്രമത്തിനുള്ളിൽ വീഡിയോഗ്രാഫി അലൗഡല്ല. ഇവിടെ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഉണ്ട് സ്കന്ധാശ്രമത്തിലേക്ക്. തിരുവണ്ണാമലയിൽ രമണ മഹർഷി അനേകകാലം താമസിക്കുകയും ധ്യാനിക്കുകയുമൊക്കെ ചെയ്ത സ്ഥലങ്ങളാണ് സ്കന്ധാശ്രമവും വിരൂപാക്ഷ ഗുഹയും. അരുണാചല പ്രദേശത്തിലൂടെ പ്രകൃതി രമണീയമായ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സ്കന്ധാശ്രമത്തിലേക്കും വിരൂപാക്ഷ ഗുഹയിലേക്കുമുള്ള യാത്രയാണ് ഇനി കാണാനുള്ളത്. രമണാശ്രമത്തിൽ നിന്ന് കാനനപാതയിലൂടെയാണ് ഇനിയുള്ള യാത്ര. ചുറ്റും നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് വളരെ പതുക്കെയാണ് മുകളിലേക്ക് കയറിപ്പോകുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത ചുറ്റുമുള്ള പച്ചപ്പും വലിയ വലിയ മരങ്ങളൊക്കെയാണ്. ചില വലിയ മരങ്ങൾക്ക് ചുറ്റും തറ കെട്ടിയിട്ടുണ്ട്. നടന്ന് ക്ഷീണിച്ചവർക്ക് കാറ്റും കൊണ്ട് അവിടെ ഇരിക്കാം. ഇവിടെ പോകുന്ന വഴിയിൽ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണാൻ കഴിയും. മുകളിൽ ഇനിയും കയറി എത്തിയിട്ടില്ല. മുകളിൽ പോയാൽ ഉറപ്പായും ഇതിലും നല്ല കാഴ്ചകൾ കാണാൻ കഴിയും. രമണ മഹർഷി ആദ്യം താമസിച്ചത് വിരൂപാക്ഷ ഗുഹയിലാണ്, അതായത് സ്കന്ധാശ്രമത്തിലേക്ക് വരുന്നതിന് മുന്നേ.
വിരൂപാക്ഷ ഗുഹയിൽ രമണ മഹർഷി ഏതാണ്ട് 14 വർഷക്കാലം താമസിച്ചു. അതായത് 1901 മുതൽ 1915 വരെ. നേരെ നടന്നു വന്ന ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. നല്ലൊരു ഏരിയൽ വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. പ്രതീക്ഷ തെറ്റിയില്ല. ചുറ്റുമുള്ള സ്ഥലങ്ങളുടെ ഒരു ഗംഭീര വ്യൂ ആണ് ഇവിടെ നിന്ന് കാണാൻ കഴിയുക. കാടിൻ്റെ ആ ഒരു അന്തരീക്ഷം ഇവിടെയാണ് നന്നായി അറിയാൻ കഴിയുന്നത്. ഇന്നത്തെ ക്ലൈമറ്റ് എന്തായാലും കൊള്ളാം. നല്ല മഞ്ഞ് മൂടിയിരിക്കുന്ന സമയത്താണേ ഇതുപോലൊരു വ്യൂ കാണാൻ കഴിയില്ല. ഇന്നാണേൽ ചെറിയ തണുപ്പുണ്ട്. 1915 മുതൽ 1922 വരെ ഏതാണ്ട് 7 വർഷക്കാലം രമണ മഹർഷി താമസിച്ച സ്ഥലമാണ് ഈ സ്കന്ധാശ്രമം. 1879 തമിഴ്നാട്ടിൽ മധുരയ്ക്ക് അടുത്തുള്ള തിരുച്ചുഴി എന്ന സ്ഥലത്താണ് രമണ മഹർഷി ജനിക്കുന്നത്. വെങ്കിട്ടരാമൻ എന്നായിരുന്നു രമണ മഹർഷിക്ക് അച്ഛനും അമ്മയും ഇട്ട പേര്. 16-ാം വയസ്സുവരെ വളരെ സാധാരണക്കാരനായിട്ടുള്ള ഒരു കുട്ടിയെപ്പോലെ തന്നെയായിരുന്നു രമണ മഹർഷിയുടെ ജീവിതവും. യാതൊരു വിധത്തിലുള്ള ആധ്യാത്മികതകളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാതിരുന്ന രമണ മഹർഷിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ 16-ാം വയസ്സിൽ വളരെ അത്ഭുതകരമായൊരു സംഭവമുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഈ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ ഭക്തരോട് പിന്നീട് പറഞ്ഞിരുന്നു. അതായത് മരണത്തിനു സമാനമായ ഒരു അനുഭവം അദ്ദേഹത്തിന് ഉണ്ടായെന്നും ഏതാണ്ട് 20 മിനിറ്റോളം നേരത്ത് അദ്ദേഹം ഒരേ അവസ്ഥയിൽ തുടർന്നു എന്നും 16-ാം വയസ്സിൽ ഈ അത്ഭുതകരമായ അനുഭവം അദ്ദേഹത്തിൻ്റെ ആത്മസാക്ഷാത്കാരം ആയിരുന്നുവെന്നും രമണ മഹർഷിയുടെ വാക്കുകളിൽ പലയിടത്തു നിന്നും മനസ്സിലാക്കാൻ കഴിയും. ഈ അത്ഭുതകരമായ അനുഭവത്തിനു ശേഷം 2-3 ആഴ്ച മാത്രമേ രമണ മഹർഷി വീട്ടിൽ താമസിച്ചിട്ടുള്ളൂ. 16-ാം വയസ്സിൽ പൂർണ്ണമായും വീട് വിട്ട് ഇറങ്ങിയ അദ്ദേഹം തിരുവണ്ണാമലയിലെത്തി. തിരുവണ്ണാമലൈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠയ്ക്കുമുണ്ട് ഏറെ പ്രത്യേകത. 7-ാം നൂറ്റാണ്ടിൽ ശൈവർ കല്ലിൽ കൊത്തിയുണ്ടാക്കിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിനായി 4 പ്രവേശന കവാടങ്ങളുണ്ട്. അതിൽ 11 അടി വീതിയും 66 മീറ്റർ ഉയരമുള്ള കിഴക്കേ ഗോപുരം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്ര ഗോപുരങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്ന് കാർത്തിക വിളക്കാണ്. നവംബറിനും ഡിസംബറിനും ഇടയിൽ വരുന്ന പൂർണ്ണചന്ദ്ര ദിവസമാണ് കാർത്തിക വിളക്ക് ആഘോഷിക്കുന്നത്. 30 ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇതിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിച്ചേരാറ്. അരുണാചല കുന്നിൻ്റെ മുകളിൽ 3 ടൺ നെയ്യ് ഉപയോഗിച്ചാണ് കാർത്തിക വിളക്ക് കത്തിക്കുന്നത്.